ഇന്ന് നമ്മുടെ രാജ്യം ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് ഉണർന്നത്. അജിത് പവാർ സഞ്ചരിച്ച വിമാനം അപകടത്തിൽ പെടുന്നതിന് മുൻപ് എയർ ട്രാഫിക് കൺട്രോളുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ ചില വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. രാവിലെ 8:18 VISSK കോൾ സൈനുള്ള വിമാനം ബാരാമതി ATCയെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ 8:43 വിമാനം ഇറങ്ങാൻ അനുമതി നൽകിക്കൊണ്ടുള്ള രണ്ടാമത്തെ നിർദ്ദേശത്തിന് മറുപടി ലഭിച്ചില്ല. പൈലറ്റിന് റൺവേ കാണാത്തതാണ് അപകട കാരണമെന്ന് VSR വെഞ്ചേഴ്സ് ഉടമ വിജയ് കുമാർ സിംഗ് പറയുന്നു. ലാൻഡ് ചെയ്യാനുള്ള തീരുമാനം പൈലറ്റിന്റെതെന്നും പ്രതികരണം. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, റൺവേ കാണാൻ കഴിയാത്തത്ര വിധം കാലാവസ്ഥ മോശമായിരുന്നോ? പ്രാഥമികമായിട്ടുള്ള ഒരു വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ റൺവേയുടെ കാഴ്ച റൺവേ കാണാൻ കഴിയാത്തത് തന്നെയായിരുന്നു അപകടത്തിന് കാരണം എന്നുള്ള തരത്തിലാണ്. നേരത്തെ DGCAയിലെ ചില വൃത്തങ്ങളും അത്തരത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു. ഇപ്പോൾ VSR വെഞ്ചേഴ്സിന്റെ ഡയറക്ടറായ വിജയ് കുമാർ സിംഗും സമാനമായ സൂചനകളാണ് നൽകുന്നത്. പൈലറ്റിന് റൺവേ കാണാനാകാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 തവണ ലാൻഡിങ്ങിന് ശ്രമിച്ചിരിക്കുന്നു. ആദ്യത്തെ തവണ വന്നപ്പോൾ തന്നെ ഈ കാഴ്ച റൺവേ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതിനെ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഗോ റൗണ്ടിന് പോയിട്ട്, അതായത് വീണ്ടും വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയുണ്ട്. ഗോ റൗണ്ട് നടത്തി അതിനുശേഷം വീണ്ടും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ATC ക്ലിയറൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അതിന് മറുപടി ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. അതായത് ATC റൺവേ ക്ലിയർ ചെയ്ത് കൊടുത്തു എന്നുള്ള ഒരു സന്ദേശം കൈമാറുമ്പോൾ അതിനെ കോപ്പി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉറപ്പിക്കുന്ന ഒരു മറുപടി സന്ദേശം നൽകേണ്ടതാണ്. അത്തരത്തിലൊരു സന്ദേശം പൈലറ്റുമാരുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ വിമാനം തകർന്നു വീഴുകയും ചെയ്തു. റൺവേയുടെ തൊട്ടു മുമ്പ് ത്രസോഡിൽ വെച്ച് തന്നെ വിമാനം തകർന്നു വീണു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് റൺവേയിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് വിമാനം നിലത്ത് ഇടിച്ച് ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. VSR വെഞ്ചേഴ്സിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായ വിജയ് കുമാർ സിംഗും സമാനമായ ചില വിവരങ്ങളാണ് നൽകുന്നത്. അതായത് പൈലറ്റിന് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത്. പൈലറ്റ് ആകട്ടെ 16,000 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള, അത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റാണ് വിമാനം ഓടിച്ചിരുന്നത് എന്നാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.